അലക്സ് ക്യാൻഡാൽ ബാഴ്സലോണയിലേക്കുള്ള ലയണൽ മെസ്സിയുടെ തിരിച്ചുവരവുമായിട്ട് സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ലയണൽ മെസ്സി ബാഴ്സലോണയുടെ പുതിയ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ഹെയർ സ്റ്റൈലും ഉൾപ്പെടെയുണ്ട്. ക്ലൗഡിയോ, അതായത് ലയണൽ മെസ്സിയുടെയും ഇന്റർ മയാമിയുടെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ ചെയ്യുന്ന റിപ്പോർട്ടർ, അതേപോലെ സെന്റിലി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ലയണൽ മെസ്സി ടു ബാഴ്സലോണ എന്നുള്ള റൂമറിന് അദ്ദേഹം മറുപടി നൽകി. അതായത് നിലവിലിപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ എവിടെയും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അതില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം. ലയണൽ മെസ്സി ഇന്റർ മയാമിയിൽ ഹാപ്പിയാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ സേഫാണ്, ഹാപ്പിയാണ്, അദ്ദേഹം ഇവിടെ തന്നെ തുടരും. ഒരു പക്ഷേ ഇന്റർ മയാമിയും FC ബാഴ്സലോണയും ക്യാമ്പ് നൗവിൽ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചേക്കും. ആ ഒരു മത്സരമായിരിക്കും. ലയണൽ മെസ്സി ഇപ്പോൾ ക്യാമ്പ് നൗവിലേക്ക് ഒരു മത്സരം കളിക്കാതെ ഞാൻ ഫുട്ബോളിൽ നിന്ന് വിരമിക്കില്ല, അല്ലെങ്കിൽ മത്സരം അവസാനിക്കില്ല എന്നാണല്ലോ പറഞ്ഞു എന്നാണല്ലോ അലക്സ് ക്യാൻഡൽ പറഞ്ഞത്. ഒരു പക്ഷേ ഇത് കൊണ്ടായിരിക്കാം ലയണൽ മെസ്സിയെ ക്യാമ്പ് നൗവിലേക്ക് ഫ്രണ്ട്ലി മത്സരത്തിന് വേണ്ടി ഇന്റർ മയാമി ടീമിനെ ക്ഷണിക്കും എന്നുള്ളതായിരിക്കും അദ്ദേഹം പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയന്. ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും. കാരണം ബാഴ്സയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, എനിക്കിവിടെ തിരിച്ചെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ബാഴ്സ വിട്ടതാണ്. നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ജേഴ്സിയിൽ ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്ലി മാച്ചിൽ കളിക്കുന്നതല്ല, ബാഴ്സയുടെ ജേഴ്സി ഇട്ട് ക്യാമ്പ് നൗവിൻ്റെ പുതിയ ക്യാമ്പ് നൗവിൽ ലയണൽ മെസ്സി മത്സരിക്കുന്നത് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം കാണാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ കാര്യത്തിലും ഓൾറെഡി റൂമറുകളുണ്ട് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് വരും. യൂറോപ്പിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സാന്റോസിലേക്ക് പോയത് എന്നുള്ള അപ്ഡേഷനൊക്കെ ഓൾറെഡി ഉണ്ട്. എത്ര കണ്ട് ഇതൊക്കെ വാസ്തവമാണ് എന്നറിയില്ല. കാത്തിരിക്കാൻ നമുക്ക് പുതിയ ന്യൂസുകൾക്കായിട്ടില്ലേ.